തൃശൂരിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചതായി പരാതി. ട്രെയിനിൽ കുഴഞ്ഞുവീണ ചാലക്കുടി മാരാംകോട് സ്വദേശി ശ്രീജിത്താണ് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ജീവൻ നഷ്ടമായത്. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയ യുവാവിനെ അരമണിക്കൂർ നേരം പ്ലാറ്റ്ഫോമിൽ കിടത്തി. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരിച്ചു. മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ആ ഡ്രൈവറെ കയറ്റി ഇതിന്റെ അടുത്തുള്ള തന്നെ പാസഞ്ചേഴ്സ് ഉണ്ടോ? അവിടെ നിന്ന് കോൺടാക്ട് ഞാൻ എറണാകുളത്താണ്. വേണമെങ്കിൽ ഞാൻ അവര് ഞാൻ കയറണം എന്റെ ബാഗ് ഒന്ന് എത്തിയിട്ടുണ്ട്. അല്ല അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഡ്രൈവറെ ഓട്ടോ പിടിച്ചു കൊടുത്തുകൂടായിരുന്നു. ഒരു മനുഷ്യനെ പോയിട്ടുള്ളൂ കേട്ടാ, ഒരാള് മരിച്ചു എന്നുള്ളതാ. ആ ലേഡീനെ എന്ത് ചെയ്യൂ? എന്തായി ട്രെയിനിലേക്ക് സീറ്റിൽ നിന്ന് പതുക്കെ ചേറ്റിന് വീണു. അപ്പോഴേക്ക് പെൺകൊച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ട്രെയിൻ നിർത്തി. അപ്പോൾ ആ നേരത്ത് അവിടെ വണ്ടികളൊന്നും ഉണ്ടായില്ല, ആംബുലൻസ് പോലും കിട്ടിയില്ല. പോലീസിനോടും പറഞ്ഞിട്ട് അത് ചെയ്തില്ല അവർ. അത്രമാത്രം എനിക്കറിയുള്ളൂ. അതിനുശേഷം ആംബുലൻസ് വരാൻ വൈകി. ഒരു വിഷമമുണ്ട്. അവസാനം വരാൻ തന്നെ വിളിച്ചു, എത്തുന്ന പ്രതീക്ഷയിൽ ഞാനവിടെ എത്തിയും ഹോസ്പിറ്റലിൽ ചെന്ന്. അപ്പം അത് രണ്ട് ട്രെയിൻ പാസഞ്ചർ രണ്ടുപേരുണ്ടായിരുന്നു. നടരാജ വർഷം വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നടരാജ, എന്താണ് സംഭവിച്ചത്? ദൃശ്യങ്ങളിലുള്ള ഉദ്യോഗസ്ഥൻ തനിക്കെന്ത് ഉത്തരവാദിത്തം എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. അധികൃതർ എന്ത് വിശദീകരണമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? വളരെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ആംബുലൻസ് കൃത്യസമയത്ത് എത്താത്തതിനെ തുടർന്ന് 26 വയസ്സ് മാത്രം ഒരു യുവാവിന്റെ ജീവൻ റെയിൽവേ സ്റ്റേഷനിൽ പൊലിഞ്ഞുപോയി എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വസ്തുതയാണ്. മരിച്ചത് ചാലക്കുടി മാരാങ്കാട് സ്വദേശിയായ ശ്രീജിത്താണ്. ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസ് തിങ്കളാഴ്ച പുലർച്ചയോട് കൂടിയിട്ടാണ് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഹൈദരാബാദ് എക്സ്പ്രസിലാണ് ഈ ശ്രീജിത്തിന്റെ ഒരു പെൺ സുഹൃത്തും കൂടി സഞ്ചരിച്ചത്. ശ്രീജിത്ത് വരുന്ന സമയത്ത് ശ്രീജിത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് ഉടനടി നിർത്തി ചികിത്സ തേടണം എന്ന ആവശ്യം ശ്രീജിത്തിനൊപ്പം ഉണ്ടായ സുഹൃത്ത് അറിയിക്കുകയായിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും മുളങ്കുന്നത്തുകാവ് സ്റ്റോപ്പിലാണ് എത്താൻ കഴിഞ്ഞത്. ഏതാണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയ മുതൽ ഈ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ചികിത്സ നൽകാൻ മുളങ്കുന്നത്തുകാവ് എത്തി നിർത്തുന്നതായിരിക്കും ഉചിതമെന്ന് പലരും പറയുന്നത്. ഇതിനിടയിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അവർ ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു, TTEമാരെ അറിയിച്ചിരുന്നു, മറ്റുള്ളവരെയൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും മുളങ്കുന്നത്തുകാവ് മാത്രമാണ് നിർത്താൻ കഴിഞ്ഞത്. അവിടെ നിർത്തിയതിനു ശേഷവും ആംബുലൻസ് എത്താൻ ഏതാണ്ട് 25 മിനിറ്റോളം വൈകി എന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഷൊർണൂരിൽ നിന്നൊക്കെ തന്നെ ഫോണിൽ അറിയിച്ചാൽ, പ്രത്യേകിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അത്ര ദൂരമില്ല. വളരെ പെട്ടെന്ന് ഒരു ആംബുലൻസ് സർവീസ് വരേണ്ടതാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷവും ഇത്തരത്തിൽ ഇവനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർന്ന് യുവാവ് മരിച്ചു എന്ന ഗുരുതര പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അനീഷ.